വസ്ത്രങ്ങളും വസ്തുക്കളും മുത്തുകൾ ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്നത് നിങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോരോ മുത്തുകളായി കോർക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഇതാ അതിനുള്ള എളുപ്പവഴി. ഈ വീഡിയോയിൽ നിങ്ങൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ബീഡ് സ്ട്രിങ്സ് ഉപയോഗിച്ച് ആകർഷകമാക്കുന്നതിനായി ഉഷ ജെനോമി ബീഡിംഗ് ഫുട്ട്. എല്ലാ തരത്തിലുമുള്ള മുത്തുകൾ തുന്നുന്നതിനും നിങ്ങളെ ഉഷ ജെനോമി ബീഡിംഗ് ഫുട്ട് സഹായിക്കും. മുത്തുകളുടെ വലിപ്പം 2.5 mm-നും 4 mm-നും ഇടയിലാണെങ്കിൽ തടി, ഗ്ലാസ്, പേൾ തുടങ്ങി എല്ലാത്തിലും നിങ്ങൾക്ക് തുന്നാം. എങ്ങനെ ഇത് എളുപ്പമാകുന്നു എന്നറിയാൻ ആകാംക്ഷയായെങ്കിൽ നമുക്ക് ആരംഭിക്കാം. ഈ അധ്യായത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ: ഉഷ ജെനോമി ബീഡിംഗ് ഫുട്ട്, ബീഡിംഗ് പരിശീലിക്കുന്നതിനായി ഒരു തുണിക്കഷ്ണം, ബീഡഡ് ലേസ്, കോഡ്, സുതാര്യമായ നൂല്, കത്രിക. ബീഡഡ് ലേസ് സ്ട്രിപ്പ് തുണിയുടെ കുറുകെ വെക്കുക. എന്നിട്ട് അളന്നു മുറിക്കുക. 2 അറ്റാച്ച്മെന്റുകളുള്ള ബീഡിംഗ് ഫുട്ട് ഉപയോഗിക്കുക. സാധാരണ പ്രസർ ഫുട്ട് മാറ്റി ബീഡിംഗ് ഫുട്ട് ഘടിപ്പിക്കുക. ബീഡിംഗ് ഫുട്ടിന്റെ ഗ്രൂവിന് അടിയിൽ ഇതുപോലെ മുത്തുകളുടെ നിര വയ്ക്കുക. സിഗ്സാഗ് സ്റ്റിച്ച് സെലക്ട് ചെയ്യുക. സ്റ്റിച്ച് വിഡ്ത് 4-ഉം സ്റ്റിച്ച് ലെങ്ത് 2.5-ഉം ആക്കുക. സ്റ്റാർട്ട് അമർത്തുക. എന്നിട്ട് കുറഞ്ഞ വേഗതയിൽ മുത്തുകളുടെ നിരയിലൂടെ നേർരേഖയിൽ തയ്ച്ചു തുടങ്ങുക. വസ്ത്രത്തിൽ മുത്തുകൾ സുരക്ഷിതമാക്കുന്നതിന് ക്രിസ് ക്രോസ് രീതിയിൽ സൂചി ചലിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അറ്റമെത്തിക്കഴിയുമ്പോൾ നൂല് മുറിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ മുത്തുതുന്നലിന്റെ ആകർഷണീയത എത്രത്തോളമെന്ന് നിരീക്ഷിക്കുക. സന്തോഷമായില്ലേ? ഇത് മുത്തുകൾ തുന്നാൻ ആഗ്രഹിച്ചിരുന്ന വസ്ത്രങ്ങളിൽ പരീക്ഷിക്കുവാൻ നിങ്ങൾ ആകാംക്ഷാഭരിതരാണെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കൂ, ഈ നെക്ക് പീസ് മുത്തുകളാൽ നിർമ്മിച്ചതാണ്. ഇത് മനോഹരമല്ലേ? നൂലുകൾക്ക് പകരം കൂടുതൽ ആകർഷകമാക്കുവാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചരടുകളും ഉപയോഗിക്കാം. വിവിധതരം മുത്തുകൾക്കും ചരടുകൾക്കുമായി നിങ്ങൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ ഫുട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. ഈ ഫുട്ട് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് തുണികളിൽ മുത്തുകളും ചരടുകളും തുന്നിച്ചേർക്കുന്നത് പോലെ തന്നെ പേപ്പറിലും പ്ലാസ്റ്റിക്കിലും, എന്തിന് ജൂട്ടിൽ പോലും തുന്നിച്ചേർക്കുവാൻ സാധിക്കും.